ചേട്ടൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് ചേട്ടൻ്റെ കമ്പോസിങ്ങിലുള്ള ഒരു വേഴ്സറ്റാലിറ്റിയാണ്. അപ്പം ശരിക്കും ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഒരുപാട് അവസരങ്ങൾ ചേട്ടന് വരട്ടെ. എനി ന്യൂ പ്രോജക്ട്സ് ഓൺ ദ ലൈൻ വെയിറ്റിംഗ്? ഇനിയുള്ളത് വരാനുള്ളത് അക്കു അക്ബർ ഡയറക്റ്റ് ചെയ്യുന്ന ഉത്സാഹ കമ്മിറ്റിയാണ്. ശരി. പിന്നെ ഉള്ളത് ക്യാമറമാൻ ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന സിനിമ. പിന്നെ ശ്രീ ലാൽ ജോസുമായിട്ട് 7 വർഷം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പിന്നെ ആക്ടർ മധു വാര്യർ ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നു. അങ്ങനെ ഒരുപിടി സിനിമകൾ ഉണ്ട്. ലവ്ലി ലവ്ലി, വെരി നൈസ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ഡ്യുവറ്റ്. ചേട്ടൻ ഞങ്ങളുടെ ഫസ്റ്റ് ഗസ്റ്റ് ആണ് ആൻഡ് ഐ തിങ്ക് ആബ്സല്യൂട്ട്ലി ആപ്റ്റ് ആയിട്ടുള്ളൊരു ഗസ്റ്റിനെ തന്നെ ഞങ്ങൾക്ക് കിട്ടി ആദ്യം. അപ്പോൾ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമുക്ക് ഒരു പാട്ടും കൂടി പാടിയിട്ട് ഡ്യുവറ്റ് എന്ന ഷോയിൽ വന്നിട്ട് ഒരു ഡ്യുവറ്റ് പാടിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. എല്ലാ വെള്ളികൾക്കും ഒരു മംഗളം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇതിപ്പോ വെള്ളികളുടെ ഡ്യുവറ്റാണ് ആവാൻ പോണത്. സ്ത്രീ ശബ്ദത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സ്വതവേ ഉള്ള ശബ്ദം തന്നെ വെള്ളിയായതുകൊണ്ട്. ഓഹോ, അത് ശരി. അങ്ങനെ ഞാൻ പറഞ്ഞതല്ല, ഒരു എന്താ പറയാ, ഒരു പുരുഷന്റെ വെള്ളിയാണല്ലോ സ്ത്രീ ശബ്ദം. ഓ അങ്ങനെ, കറക്റ്റ് കറക്റ്റ്. പിന്നെ അത് ഗോൾഡേ ആവേണ്ടതുള്ളൂ. ശരി, അത് ഭയങ്കര ഒരു ലോജിക്കാണ് കേട്ടോ. ഞാൻ ആക്ച്വലി അതിനെപ്പറ്റി ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്കൊരു ഡ്യുവറ്റ് പാടിയിട്ട് ചേട്ടൻ്റെ പുതിയ പ്രോജക്ട്സിന് എല്ലാത്തിനും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. പ്രൊഫഷണലി പേഴ്സണലി എപ്പോഴും സന്തോഷം നിറഞ്ഞ സംഗീതം കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം ആവട്ടെ എപ്പോഴും. ഓക്കെ, താങ്ക് യു. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ, ഓളങ്ങൾ തൻ ഏതോ തേരിൽ പകലറിയാതിരവറിയാതൊഴുകുകയല്ലോ, അലയുകയല്ലോ. മധു